ഫിജിക്കാർട്ടിൽ എങ്ങനെ ഒരു ഐഡി ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം ഫിജിക്കാർട്ടിൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു പേജ് കാണാവുന്നതാണ്. അതിൽ ഏറ്റവും മുകളിൽ ഫൈൻഡ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ് കേരള കൊടുക്കുക. എന്നിട്ട് സ്റ്റോർ വർക്കല കൊടുക്കുക. ഗോ ടു സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. മേളിൽ ടോപ്പിൽ തന്നെ കിടപ്പുണ്ട് ലോഗിൻ. അവിടെ നമ്മുടെ ഐഡിയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാര്യം ഐഡി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സ് ലോക്ക് വല്ലതും ഓപ്പൺ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. പാസ്വേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്യാപ്സ് ലോക്ക് നോക്കിയതിന് ശേഷം ലോഗിനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പേജ് ഇതാണ് വരുന്നത്. അവിടെ സെർച്ച് ബട്ടണിൽ ഇസഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ചോക്ലേറ്റിൻ്റെ പടം കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലോഡാവും. അതിൽ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് പോലെ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൽ സ്റ്റോർ പിക്കപ്പ് വിത്ത് നെറ്റ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ഏറ്റവും താഴെ ചെക്കൗട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂവിൻ്റെ അവിടെ ഒരു ടിക്ക് ബട്ടൺ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തതിന് ശേഷം പിന്നെയും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ പേജ് വരും. അവിടെ കൺഫേം ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ വരും. ഇവിടെ ചെന്ന് UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ പേയിലെയോ ഗൂഗിൾ പേയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ID വെച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോൺ പേ ID ആണ് ഞാൻ ഇപ്പം എൻ്റെ പേഴ്സണൽ ID ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. എൻ്റെ ഫോൺ പേ ID എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ @YBL എന്ന് പറഞ്ഞാണ് വരുന്നത്. അതൊന്ന് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് കാണിക്കും. പേര് കാണിക്കുന്നതിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഈ ഒരു റിക്വസ്റ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ₹1 പേ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ പേജ്, അതായത് ഈ ഒരു പേയ്മെൻറ്റ് ലിങ്കിൻ്റെ പേജിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പേയ്മെൻറ്റ് സക്സസ് ആയെന്നുള്ള മെസ്സേജ് നമുക്ക് ഇതേപോലെ വരും. ഈ ഒരു പേജ് വന്നതിന് ശേഷം മാത്രം ബാക്ക് അടിച്ച് മാറുക.